نحمده ونصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ربنا زدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم آمين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അപ്പോൾ അദബൻ അഖ്ലാഖിൻ്റെ ഇന്നത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ നിന്നുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യാരക്ടർ, പിന്നെ ബ്ലെസ്സിങ്സ്. ഓക്കെ, അതായത് ഈ നല്ല ക്യാരക്ടർ ആവുന്നതിൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്. ഓക്കെ, സഹിയായിട്ടുള്ള ഹദീസുകളിൽ നിന്ന് നമുക്ക് നോക്കാം എന്താണതൊക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ക്യാരക്ടറെ പറ്റി പറയുന്നത് അല്ലേ. വ ഇന്നക അലാ ഖുലുഖിൻ അദീം എന്താണ് പറയുന്നത്? തീർച്ചയായും നീ യു ആർ അപ്പോൺ എന്താണ്? ഖുലുഖിൻ അദീം, ഗ്രേറ്റ് ക്യാരക്ടർ. ഓക്കെ, ഗ്രേറ്റ് ക്യാരക്ടർ. ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് മക്കൻ ആ സമയത്തായിരുന്നു, അതായത് എന്താണ് ഏർലി ഇയേഴ്സ് ഓഫ് പ്രോഫിറ്റ്ഹുഡ്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മോക്ക് ചെയ്തിട്ടും ഇൻസൾട്ട് ചെയ്തിട്ടും കളിയാക്കിയിട്ടും ഓക്കെ പലതും പറഞ്ഞ് നടക്കുന്ന സമയത്ത്, ഓക്കെ, അതായത് ശരിക്ക് എന്താണ് ഖുറൈശികൾ ഹേർട്ട് ചെയ്യുന്ന ഒരു സമയമാണിത്. ഓക്കെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ എലക്വൻസ് കൊണ്ടല്ല. ഓക്കെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രൈസ് ചെയ്യുന്നത്, ഓക്കെ, എന്ത് വെച്ചിട്ടാണ് പ്രൈസ് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ക്യാരക്ടർ. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചൂസ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അതായത് ഈ ഖുർആന് നമ്മൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നബിനെ എന്തിനാണ് ചൂസ് ചെയ്തത്? നോട്ട് ബിക്കോസ് ഹി വാസ് ഇൻ്റലിജൻറ്റ്. ഓക്കെ, ഭയങ്കര ബുദ്ധിയുള്ളതായത് കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് മോസ്റ്റ് ട്രൂത്ത്ഫുൾ ആയത് കൊണ്ടോ എലക്വൻ്റ് ആയത് കൊണ്ടോ അല്ല. നമ്പർ 1 എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഹിസ് ഗുഡ് ക്യാരക്ടർ. ഓക്കെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ഹി ക്യാരിഡ് ഹിംസെൽഫ്. ഓക്കെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പുകഴ്ത്തി പറയുന്നത്. അതായത് വഹി വരുന്നതിൻ്റെ മുമ്പേ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്താണ് മക്കത്തെ ആൾക്കാർ വിളിക്കാറ്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ. അവർക്ക് ഭയങ്കര എന്താണ് റെസ്പെക്റ്റും ഭയങ്കര ഒരു ആദരവായിരുന്നു ടുവേർഡ്സ് ഹിം. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേര് തന്നെ എന്തായിരുന്നു അവർ കൊടുത്തത്? അസാദിഖുൽ അമീൻ അല്ലേ, ദ ട്രൂത്ത്ഫുൾ, ദ ട്രസ്റ്റ് വേർതി. എന്തുകൊണ്ടാണ്? ബിക്കോസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല, ആൾക്കാരെ പറ്റിച്ചിട്ടില്ല. ഓക്കെ, പിന്നെന്താണ് വീക്കായിട്ടുള്ള ആൾക്കാരെ സഹായിച്ചിട്ടേ ഉള്ളൂ. എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുത്തിരുന്നു, റിഗാർഡ്ലെസ് ഓഫ് ദിയർ ഏജ് അല്ലേ, അല്ലെങ്കിൽ ആരായാലും തന്നെ ചെറിയ മക്കൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റെസ്പെക്റ്റ് കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സീറ ഇൻസിഡൻറ്റിൽ നമ്മൾക്ക് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആ ഹജറുൽ അസ്വദ്, ഓക്കെ, ഇവർ കാബ, അതായത് എന്താണ് വഹി വരുന്നതിൻ്റെ മുമ്പാണിത്. ഓക്കെ, അതായത് കാബ റീബിൽഡ് ചെയ്യുമ്പം എല്ലാവരും കൂടിയിട്ട് അവരവർക്ക് ഓരോരാൾക്ക്, നമ്മൾ സീറ പഠിച്ചിട്ടുണ്ട്, ഓരോരാൾക്ക് ഓരോ മതിലായിരുന്നു കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിൽ ഹജറുൽ അസ്വദ് വരുന്നത് എന്താണ് ഒരു കോർണറിലാണ്. അപ്പോൾ 2 പേരും കൂടിയിട്ട് എന്താണ് പറയുന്ന, ഞാനാണ് വെക്കാൻ, നീയാണ് വെക്കാൻ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ മറ്റുള്ളവരും പറയും നമുക്കും ഉണ്ട് റൈറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ എല്ലാവരും കൂടി അടി ഉണ്ടാക്കുമ്പം അവസാനം സൊല്യൂഷൻ എന്താണ് ഇവർ കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ഇപ്പം കയറി വരുന്നത്, നമ്മളെ അടുത്തേക്ക് കയറി വരുന്നത്, കാബയിലോട്ട് കയറി വരുന്നത്, ആ ഫസ്റ്റ് പേഴ്സൺ അവർ ഡിസൈഡ് ചെയ്യട്ടെ ആരാണ് ഈ ഈ കാബയിൽ ഈ ഹജറുൽ അസ്വദ് വെക്കാന്നുള്ളത്. ഓക്കെ, ഈ ബ്ലാക്ക് സ്റ്റോൺ വെക്കാന്നുള്ളത്. അപ്പോൾ ആരാണ് കയറി വരുന്നത്? ഓഫ് കോഴ്സ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പം നബിനെ കണ്ടപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം എന്തുകൊണ്ടാണ് അവർക്ക് സന്തോഷമായത്? ബിക്കോസ് ദേ നോ ഹി വിൽ ഡീൽ ഫെയർലി, അതായത് ന്യായമായ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകാര്യം ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തത്? നബിൻ്റെ ബുദ്ധി നോക്ക്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തത്? അതായത് ആ ഹജറുൽ അസ്വദ് ഒരു തുണിയിൽ വെച്ചിട്ട്
എന്നിട്ട് എല്ലാവരോടും ഓരോ അറ്റം പിടിക്കാൻ പറഞ്ഞിട്ട് അതിനെ മേലോട്ട് ആക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ കണ്ടില്ലേ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ബുദ്ധി, ഓക്കെ, ആ ഒരു ഇൻ്റലിജൻസ്, അത് മാത്രമല്ല അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടെ കയറി വന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾക്ക് വേറൊരു ഇൻസിഡൻറ്റ് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ബെദുവിന് അവർക്കൊന്നും അങ്ങനെ കുറച്ച് വിവരം കുറവാണല്ലോ ഇങ്ങനത്തെ ആൾക്കാർക്ക്. അപ്പോൾ അയാൾ വന്നിട്ട് എന്താണ്, മസ്ജിദുൻ നബവിൻ്റെ അടുത്ത്, അതായത് മസ്ജിദുൻ നബവി തന്നെ എന്ന് പറയാം, അതെ, മൂത്രമൊഴിച്ച്. ഓക്കെ, അപ്പോൾ ഇത് കണ്ട സഹാബാക്കൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അവർ ശരിക്കും അടിക്കാൻ വേണ്ടി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വേണ്ട വിട്ടേക്ക്, അവനത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴുകിയാൽ പോരേ എന്നുള്ളത്. ഓക്കെ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്, അവനത് തീർക്കട്ടെ അവൻ്റെ പരിപാടി, എന്നിട്ട് നിങ്ങളത് കഴുകിയാൽ മതി, പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സഹാബാക്കൾ അത് കേട്ടപ്പം അവരനങ്ങാണ്ട് നിന്ന്. ഓക്കെ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബെദുവിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട്, ഓക്കെ, പ്രൈവറ്റായിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞ്, നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കാരണം ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി കൊടുത്തപ്പം ആ ബെദുവിന് കാര്യം മനസ്സിലായി. അപ്പോൾ എന്താണ് ആ ബെദുവിൻ ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയിട്ട് തന്നെ ദുആ ചെയ്ത്. ഓക്കെ, നബിക്ക് വേണ്ടിയിട്ടും എന്താണ് അവനവനിക്ക് വേണ്ടിയിട്ട് തന്നെ ദുആ ചെയ്ത്. അപ്പോൾ ആ ഒരു ഇത് കണ്ടില്ലേ അവിടെ വന്നത്. അപ്പോൾ ശരിക്കും ആലോചിച്ച് നോക്ക്, മറ്റുള്ളവരാണെങ്കിൽ എന്താണ്, ഇതെന്താ ഇങ്ങനത്തെ ഒരു പുണ്യ സ്ഥലത്താണോ ഇങ്ങനത്തെ വൃത്തികേട് ചെയ്യുന്നത്, അത് ഇത് പറഞ്ഞിട്ട് കുലുമാലാക്കൂലേ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു അയാളെ ഹാൻഡിൽ ചെയ്തത്, അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ പോരെ. അതേപോലെ തന്നെ എന്താണ് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ കേട്ടിട്ട് അത് അനുസരിക്കുകയും ചെയ്ത്. ഓക്കെ, പിന്നത്തെ ഇൻസിഡൻറ്റ് എന്താണ്, പിന്നത്തത് പിന്നെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതായത് ഭക്ഷണം നല്ലതാണെങ്കിൽ അത് കഴിക്കും, ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമില്ലെങ്കിൽ എന്താണ്, അത് കഴിക്കാതിരിക്കും, ഒന്നും പറയൂല, അതിനെ ക്രിറ്റിസൈസ് ചെയ്യൂല ഭക്ഷണത്തെ പറ്റിയിട്ട്. ഓക്കെ, അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് തിന്നാൽ തന്നെ നമ്മളെന്താ മനസ്സിൽ പറയാൻ, നമ്മൾ ചിലപ്പോൾ പറയുക തന്നെ ചെയ്യും, ഇതെല്ലാം പൈസയും കൊടുത്തിട്ട്, അതായത് ഹോട്ടലിലും പോയിട്ട് ഇതെല്ലാം പൈസയും കൊടുത്തില്ല തിന്നണ, ഞാൻ ഇതിനെക്കാട്ടി നല്ലോണം ഉണ്ടാക്കൂലേ. അപ്പോൾ ആലോചിച്ചൊക്കെ അവിടെ അഹങ്കാരം വന്ന് അവിടെ അല്ലേ. പിന്നെന്താണ്, അതായത് ഭക്ഷണത്തിനെ പറ്റിയിട്ട് കുറ്റം പറയില്ല, ഇതെന്താ ഉപ്പില്ല, മറ്റേതില്ല, മറിച്ചേതില്ല, അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റം പറച്ചിൽ കുറേ ആൾക്കാർക്ക് ഉണ്ടത് അല്ലേ. ഇങ്ങനെ കുറ്റം പറച്ചിൽ ശരിക്കും അതൊന്നും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്താണ് ഒരു കുറ്റവും ഒരു കുറവും നോക്കി പിടിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാൻ വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെസ്പെക്റ്റ് കൊടുത്തത് റിഗാർഡ്ലെസ് ഓഫ് ഏജ്. ഓക്കെ, അതായത് ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വന്തം മകള് വീട്ടിലേക്ക് കയറി വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നെടുത്ത് നിന്ന് എണീറ്റ് ഫാത്തിമ റളിയല്ലാഹു അൻഹൻ്റെ കൈ പിടിച്ച് എന്താണ് നെറ്റിയിൽ ഒരു മുത്തവും കൊടുത്ത്, എന്നിട്ട് എന്താണ് കൂടെ തന്നെ കൂട്ടിയിട്ട് എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ടുള്ളത് അവിടെ തന്നെ ഇരുത്തും. അത്രയ്ക്ക് റെസ്പെക്റ്റ്. ഒന്ന് ആലോചിക്കുക സ്വന്തം മകളോട്. ഓക്കെ, അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ഒരു ഇതിൽ നമ്മളെങ്ങനെയാണ് നമ്മളെ മക്കളോട് പെരുമാറുന്നത്. ചില ആൾക്കാരെല്ലാം എങ്ങനെയാണ്, അവർ അടിമനെ പോലെയാണ് പെരുമാറാൻ മക്കളുമായിട്ട്. മക്കൾ നമ്മൾ പറയുന്നത് എന്തും കേൾക്കണം, നമ്മളല്ലേ ഉപ്പ, നമ്മളല്ലേ ഉമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് കേട്ടോളണം, അതങ്ങനെ തന്നെ അനുസരിച്ചോളണം. അതായത് അടിമയെ പോലെയാണ് ചില ആൾക്കാർ. ഓക്കെ, അങ്ങനെ ഒരിക്കലുമല്ല. യു ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, അങ്ങനെയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് സ്വന്തം മോൾക്ക് പോലും കൊടുത്ത ആ റെസ്പെക്റ്റ് നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് ഗസ്റ്റിനെ കാട്ടി ഭയങ്കരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് ചെയ്യുന്നത് ആ പെരുമാറ്റം. അതിൽ നല്ല ശരിക്കും കുറേ പഠിക്കാനില്ലേ. മക്കളോട് ആ ഒരു റെസ്പെക്റ്റ്, സ്നേഹം എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും സ്നേഹം അൺകണ്ടീഷണലായിട്ട് എല്ലാവർക്കും മക്കളോട് സ്നേഹമുണ്ട്. പക്ഷേ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടോ, അത് നമ്മൾ ഓർക്കണം അല്ലേ. നമ്മൾ റെസ്പെക്റ്റ്, ആർ വി ഷോയിങ് റെസ്പെക്റ്റ് ടു അവർ ചിൽഡ്രൻ. അപ്പം നമ്മൾക്ക് റെസ്പെക്റ്റ് അവർ തരണമെങ്കിൽ ശരിക്കും ആലോചിച്ച് നോക്ക്, നമ്മളും അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തേ പറ്റൂ. ആ റെസ്പെക്റ്റ്, ഇഫ് യു വോണ്ട് റെസ്പെക്റ്റ്, അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും അതേപോലെ റെസ്പെക്റ്റ് കൊടുക്കണമല്ലേ. അതാരായാൽ തന്നെ, മക്കളാണെങ്കിലും മക്കൾ നമ്മൾ അടിമകളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന എന്താണ്, എവിടെയും ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്, അവർ ഗിഫ്റ്റാണെന്നാണ്. ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഗിഫ്റ്റിനെ നമ്മളിങ്ങനെ അടിമയെ പോലെയല്ല നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്
അല്ലേ? അപ്പം നമ്മൾ ആ റെസ്പെക്റ്റോട് കൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റെസ്പെക്റ്റ് കൊടുത്ത നോക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ ശരിക്കും ക്വീനിനെ പോലെ അല്ലേ? സുബ്ഹാനല്ലാഹ്. പിന്നെന്താണ്, ആരെങ്കിലും സംസാരിക്കുമ്പം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വായി കയറിയിട്ട് വർത്താനം പറഞ്ഞിട്ടില്ല. ഹി നെവർ ഇൻറ്ററപ്റ്റഡ് എനി ഓഫ് ദം. അതായത് ശരിക്ക് അറ്റൻറ്റീവായിട്ട് കേട്ട് അതായത് ആരെല്ലാണ് സംസാരിക്കുന്നത് അത്രയും, അതായത് എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോഡി ലാംഗ്വേജ് തന്നെ, നേരെ അവരെ തന്നെ നോക്കി ഫുൾ ബോഡി അങ്ങോട്ടേക്ക് നോക്കി അതായത് അവർക്കെല്ലാം അവർ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നും അവരാണ് ഏറ്റവും നബിക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നിപ്പോവും ആ സമയത്ത് നിന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ കണ്ടില്ലേ, അതായത് ദ വേ ഹി മെയ്ഡ് പീപ്പിൾ ഫീൽ. ഇത് ശരിക്കും നമ്മൾ പഠിക്കണം അല്ലേ? അതായത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആൾക്കാർക്ക് ആ ഫീലിംഗ് കൊടുത്തത്. ആ ഒരു ഇത് കൊണ്ട് തന്നെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അതായത് അമർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിക്കൂ, അതായത് യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാന്ന്? ഈ ദുനിയയിൽ ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ഉള്ളത് ആരോടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അത് എന്തുകൊണ്ടാണ് അമർ ബിൻ അൽ ആസ് അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു പെരുമാറിയത് അമർ ബിൻ അൽ ആസ്. അപ്പോൾ അമർ ബിൻ അൽ ആസ് വിചാരിക്കുന്നത് എന്താണ്, എന്നോടായിരിക്കും ഇഷ്ടം എന്ന് പറയുമായിരിക്കും എന്ന്. പക്ഷേ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഐഷ റളിയല്ലാഹു അൻഹ എന്ന്. എന്നിട്ട് പിന്നെ അമർ ബിൻ അൽ ആസ് പറയില്ല, അതല്ല ആണുങ്ങളെ കൂട്ടത്തിൽ. അന്നേരം പറയും അബീഹ, അതായത് നബി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്, അവളെ ഉപ്പാനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നിട്ട് പിന്നെ അമർ ബിൻ അൽ ആസ് അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുമ്പം പിന്നെ അമർ ബിൻ അൽ ആസ് പറയും മതി, ഞാൻ നിർത്തിക്കളയുന്നതാണ് നല്ലത്, എൻ്റെ പേരിപ്പോൾ ഒന്നും വരൂല. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം തന്നെ എന്തുകൊണ്ടാണ്, ബിക്കോസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഹി മെയ്ഡ് ദം ഫീൽ, അതായത് സംസാരിക്കുന്നവരോട് അങ്ങനെയായിരുന്നു, അത്രക്ക് സ്നേഹത്തോടെയും അത്ര അറ്റൻറ്റീവായിട്ട് അത്ര കൈൻഡായിട്ടായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജൂതൻ്റെ ഫ്യൂണറൽ ഇങ്ങനെ പോകുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിൽക്കും. അപ്പോൾ പിന്നെ സഹാബാക്കൾ ചോദിക്കും, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു ജൂതനല്ലേ എന്ന്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഉത്തരം അപ്പം തന്നെ കൊടുക്കുന്നത്, അതിന് അയാളൊരു മനുഷ്യനല്ലേ എന്നുള്ളത്. അതുകൊണ്ട് റിഗാർഡ്ലെസ് ഓഫ് ഏജ് അല്ലെങ്കിൽ റിലിജ്യൻ അല്ലെങ്കിൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ജെൻഡർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ആ റെസ്പെക്റ്റ് കൊടുത്തിരുന്നു. ഇനി നമ്മളെ തന്നെ നോക്കാൻ ഈ ഇൻസിഡൻറ്റിലെല്ലാം എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഹൗ ഡു വി ബിഹേവ് അല്ലേ? ഓരോന്നിൽ നിന്നും ഹൗ ഡു വി ബിഹേവ്. ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറയണമെങ്കിൽ അത് തീരൂല. അതുകൊണ്ടാണ് കുറച്ച് അതായത് നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് എന്താണ്, ബ്ലെസ്സിങ്സ് ഓഫ് ഗുഡ് ക്യാരക്ടർ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു എന്താണ്, നരകം ഹറാമാണെന്ന് അല്ലേ? അലാകുല്ലി ആരെല്ലാണ്, അലാകുല്ലി ലയ്യിനിൻ ഹയ്യിനിൻ ഖരീബിൻ സഹലിൻ. അതായത് എന്താണ്, സോഫ്റ്റ് ആയിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള അപ്രോച്ചബിൾ ആയിട്ടുള്ള ഈസി ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് നരകം ഹറാമാണെന്ന്. നമ്പർ 1 ബ്ലെസ്സിങ്. അടുത്തത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെല്ലാം സഹിയായിട്ടുള്ള ഹദീസാണ്, ഇത് തിർമിദിയിലുള്ള ഹദീസാണിത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖിയാമത്ത് നാളിൻ്റെ അന്ന് ഖിയാമത്ത് നാളിൻ്റെ അന്ന് ഏറ്റവും ഹെവി ആയിട്ട് കിടക്കുന്നത് ഒരു ബിലീവറിൻ്റെ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു സംഭവം, അതായത് ആ മീസാനിൽ ഏറ്റവും ഹെവി ആയിട്ട് കിടക്കാൻ എന്താണ്, അയാളുടെ ഗുഡ് ക്യാരക്ടർ. ഗുഡ് ക്യാരക്ടർ. നമ്മൾക്ക് അന്നത്തെ ദിവസം നമ്മളെ അമലുകളെല്ലാം നല്ല ഹെവി ആയിട്ട് നമുക്ക് വേണ്ടേ? അപ്പോൾ എന്താണ്, ഗുഡ് ക്യാരക്ടറാണ് ഏറ്റവും ഹെവി ആയിട്ട് ഒരു ബിലീവറിൻ്റെത് കിടക്കാൻ. രണ്ടാമത്തേത് ഇതും തിർമിദി തന്നെയാണ്, ഇത് ഹസൻ ഹദീസാണ്. അതായത് ഹയസ്റ്റ് ലെവൽ ഇൻ പാരഡൈസിലാണ് എത്താൻ ഗുഡ് ക്യാരക്ടർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ഞാനുമായിട്ട് അടുത്തത് ഖിയാമത്ത് നാളിൻ്റെ അന്ന് ആരാണ് അവർ, ദ ബെസ്റ്റ്, അതായത് ബെസ്റ്റ് ക്യാരക്ടറുള്ള ആൾക്കാർ. ദേ ആർ മോർ ക്ലോസ് ടു മീ ആൻഡ് വിത്ത് മീ ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ ക്യാരക്ടർ നമ്മൾ റിഫൈൻ ചെയ്തേ പറ്റൂ അല്ലേ? പിന്നെന്താണ് വേറെ അടുത്ത ഹദീസ്, അതായത് നല്ല അഖ്ലാഖ് അത് നമ്മളെ ഇബാദത്തുകളിൽ വരുന്ന ഷോർട്ട് കമ്മിങ്സ് ഉണ്ടല്ലോ, കുറ്റങ്ങൾ, ചെറിയ കുറ്റങ്ങൾ, അത് മേക്കപ്പ് ചെയ്യും എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സ്ത്രീയെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നതാണ്, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്ത്രീ അധികം നോമ്പോ, അതായത് എക്സ്ട്രാ നോമ്പ്, എക്സ്ട്രാ നിസ്കാരം,
അതൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷി വാസ് നോൺ ഫോർ ഗുഡ് മാനേഴ്സ്. ഓക്കെ, അതായത് നല്ല മാനേഴ്സ്, നല്ല ക്യാരക്ടറിന് ഷി വാസ് നോൺ ബൈ ദെൻ, അതായത് നല്ല സ്വഭാവം എന്നാന്നുള്ളത്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അവരെന്തായാലും സ്വർഗത്തിൽ തന്നെയാണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് വിൽ മേക്കപ്പ്, അതായത് നമ്മൾക്കിപ്പോൾ അധികം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും, അതായത് ഫർദാക്കപ്പെട്ട കാര്യമെല്ലാം നമ്മൾ ചെയ്യണം. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫർദിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നല്ല ക്യാരക്ടർ കൊണ്ട് അതെല്ലാം മേക്കപ്പ് ആവും എന്നുള്ളത്. ഓക്കെ, ഇത് അൽ ഹാക്കിമിലുള്ള ഹദീസാണ്, ഹസൻ ഹദീസ്. ഓക്കെ, നാലാമത്തത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആലക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമാണ്? ദ വൺ ഹൂ ഹാസ് ഗുഡ് ക്യാരക്ടർ. ഇത് ബുഖാരിയിലുള്ള സഹീഹ് ആയിട്ടുള്ള ഹദീസാണ്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ, അതിൽപ്പെട്ടത് ആരാണ്? കുറേ ആൾക്കാരുണ്ട്, അതിൽപ്പെട്ടത് എന്താണ്? ഗുഡ് ക്യാരക്ടർ. ഓക്കെ, അഞ്ചാമത്തത് എന്താണ്? ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അതിൻ്റെ അർത്ഥം സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഉള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? ദ വൺ ഹൂ ഹാസ് ബെസ്റ്റ് മാനേഴ്സ് ആൻഡ് ക്യാരക്ടർ. അതായത് അദബും അഖ്ലാഖും ബെസ്റ്റ് ആയിട്ടുള്ളവർ, അവരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ വേറൊരു ഹദീസിൽ, ഇത് സുനൻ അബി ദാവൂദിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതായത് മോസ്റ്റ് കംപ്ലീറ്റ് ഇൻ ഫെയ്ത്ത്, അതായത് ഈമാന് തമാം, കാമിൽ ഈമാന് ആർക്കാണുള്ളത്? ദ വൺ ഹൂ ഈസ് ബെസ്റ്റ് ഇൻ ക്യാരക്ടർ. അവരെ ഈമാന് എന്താണ്? ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ട്രൂ ഫെയ്ത്ത്. എന്ത്? ഗുഡ് ക്യാരക്ടർ. ഓക്കെ, പിന്നെന്താണ് അടുത്തത്? അതായത് യു ബിക്കം എ മീൻസ് ഓഫ് ദാവ. അതായത് നമ്മൾ ദാവ ചെയ്യുന്നത് വെറും വാക്കാലെ മാത്രമല്ല, നമ്മളെ സ്വഭാവത്തിൽ, നമ്മളെ ക്യാരക്ടറിൽ, ദ വേ വി കണ്ടക്ട് അവർ സെൽഫ്സ്. ഓക്കെ, അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഇതാണ് തോന്നേണ്ടത്, ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷനാണ് തോന്നേണ്ടത്. അപ്പം നമ്മളെ ക്യാരക്ടർ, ഗുഡ് ക്യാരക്ടർ, അതൊരു നല്ലൊരു ദാവയാണ്. നമ്മൾ പറയുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിലാണ് കൂടുതൽ ഇമ്പാക്റ്റ്. ഓക്കെ, പിന്നെന്താണ് അടുത്ത ബ്ലെസ്സിങ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മിഷൻ തന്നെയായിരുന്നു ടു പെർഫെക്റ്റ് ഗുഡ് ക്യാരക്ടർ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? എന്നെ അയച്ചിട്ടുള്ളത് ഗുഡ് ക്യാരക്ടർ പെർഫെക്റ്റ് ചെയ്യാൻ, അതായത് നല്ല അഖ്ലാഖ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്താണ് ഖുർആൻ കൊണ്ട് വന്നിട്ടുള്ളത്, ഈ ഇസ്ലാം കൊണ്ട് വന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഈ ഇസ്ലാം ഖുർആൻ മൊത്തത്തിൽ തന്നെ അതൊരു ഗുഡ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. സോ എവറി ടൈം നമ്മൾ നല്ല അഖ്ലാഖും നല്ല അദബിൽ നടക്കുമ്പം നമ്മൾ ശരിക്ക് എന്താണ്, നബിൻ്റെ സുന്നയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ നബിൻ്റെ സുന്നയാണ് ഫോളോ ചെയ്യുന്നത്, ഖുർആനിലെ ആയത്തുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഒരു ലെഗസിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, കാരണം എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പം, അതായത് എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ക്യാരക്ടർ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? കാന ഹുലുഖുൽ ഖുർആൻ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ക്യാരക്ടർ അത് മൊത്തം ഖുർആൻ തന്നെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഖുർആൻ മനസ്സിലാക്കിയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളെ അഖ്ലാഖാണ് ശരിക്ക് നമ്മളെ ദഅവ. ഓക്കെ, മറ്റുള്ളവർക്ക് ആ പ്രചോദനം നൽകുന്നത്. പിന്നെന്താണ്, ഖിയാമത്ത് നാളിൻ്റെ അന്ന് നമ്മൾക്ക് ഏറ്റവും ഹെവി ആയിട്ട് നമ്മളെ സ്കെയിൽസിൽ വേണ്ടുന്ന കാര്യം ഒന്നുണ്ടെങ്കിൽ എന്താണ്? അതാണ് ക്യാരക്ടർ. നമ്മളെ ഈമാന് ശരിക്കും നമ്മൾക്ക് ഈമാൻ ഉണ്ട് എന്ന് നമ്മൾക്ക് എന്താണ്, നല്ല ഈമാന്, അതിൻ്റെ സൈൻ എന്താണ്? അതാണ് ഗുഡ് ക്യാരക്ടർ, അല്ലേ? പിന്നെന്താണ്, ജന്നത്തിലേക്കുള്ള ഒരു വഴിയാണ് ഗുഡ് ക്യാരക്ടർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള ആ ക്ലോസ്നെസ്, അതെന്താണ്? ഗുഡ് ക്യാരക്ടർ. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ബ്ലെസ്സിങ്സ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെന്താണ്, അതായത് നമ്മൾ ആലോചിക്കാൻ അതായത് എന്ത് ലെഗസിയാണ് നമ്മൾക്ക് ലീവ് ചെയ്യേണ്ടത് നമ്മൾ ഈ ദുനിയ വിട്ട് പോകുമ്പം, അല്ലെങ്കിൽ വാട്ട് ഡു വി വോണ്ട് ടു ബി നോൺ ബൈ, അതായത് ഇത് വെച്ചിട്ടാണ് നമ്മൾ അറിയപ്പെടേണ്ടത്. ഓക്കെ, നമ്മൾ ആലോചിക്കാൻ, അതായത് ആൾക്കാർക്ക് നമ്മളെ കൂടെ ഒരു സേഫ്റ്റി തോന്നുന്നുണ്ടോ? ഓക്കെ, അതായത് ഇമോഷണലി ആയിട്ടും സ്പിരിച്വലി ആയിട്ടും സോഷ്യലി ആയിട്ടും. എന്താണ് ഇമോഷണലി നമ്മൾ അവർക്ക് ആ നല്ല ഫീലിംഗ് ആണോ അവരുടെ കൂടെ നമ്മൾ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നത്? ഓക്കെ, പിന്നെന്താണ് സ്പിരിച്വലായിട്ട്, അതായത് നമ്മളുമായിട്ട്
അവർ അടുക്കുന്നോറും, അതായത് നമ്മളുമായിട്ട് സംസാരിക്കുന്നോറും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയെ പറ്റിയിട്ട് ബോധം വരുന്നുണ്ടോ കൂടുതൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റിയിട്ട് അവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ വരുന്നുണ്ടോ കൂടുതൽ, അള്ളാഹിനെ പറ്റിയിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ വരുന്നുണ്ടോ കൂടുതൽ, ഡു ദേ ഫീൽ സേഫ് അറൗണ്ട് അസ്, അതായത് നമ്മളവരെ ജഡ്ജ് ചെയ്യൂല എന്നുള്ള ആ ഒരു സേഫ്റ്റി ആൾക്കാർക്ക് നമ്മളോട് തോന്നുന്നുണ്ടോ, നമ്മൾ അപ്രോച്ചബിൾ ആണോ, നമ്മൾ ആലോചിക്കാൻ. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്, നമ്മൾക്ക്, അതായത് നമ്മൾ എപ്പോഴും ശരിയാണെന്ന് തോന്നുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ വി ആർ ബീങ് കൈൻഡ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസ്, അതാണ് നമ്മൾ ഓരോരുത്തർ ചോദിക്കേണ്ടത്. ബീയിങ് റൈറ്റ് ഓർ ബീയിങ് കൈൻഡ്. ഓക്കെ, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഒരു ഇൽമ്, ഓക്കെ, അത് വെളിച്ചമാണ്, പക്ഷേ അദബ് അതാണ് അതിൻ്റെ വഴി. ഓക്കെ, അപ്പോൾ എന്താണ്, വഴിയില്ലെങ്കിൽ ആ വെളിച്ചത്തിനെ നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റൂല, അല്ലേ? വഴിയില്ലെങ്കിൽ ആ വെളിച്ചത്തിനെ നമ്മൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്താണ്, നോളേജും അദബും ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അദബ് അഖ്ലാഖ്, വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്, അല്ലേ? പിന്നെന്താണ്, അതായത് ഐ എം ജസ്റ്റ് ഗിവിങ് യു ഒരു ഹോംവർക്ക് പോലെ. ഓക്കെ, അതായത് എന്താണ്, നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളെ ഒന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ. ഓക്കെ, ഒരാഴ്ചത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, അതായത് അവർ ഏത് വിധത്തിൽ സംസാരിച്ച് കഴിഞ്ഞാലും നിങ്ങളെങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, അപ്രോച്ച്, ബോഡി ലാംഗ്വേജ്, ആ ടോണ് എങ്ങനെയാണ്. ഓക്കെ, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ആർ യു ബീങ് പേഷ്യൻറ്റ് വിത്ത് ദം, നിങ്ങൾക്ക് സബറുണ്ടോ അവരെ നേർക്ക്. ഓക്കെ, പിന്നെ എന്തെങ്കിലും തെറ്റ് നമ്മളെ ഭാഗത്തുനിന്ന് നടന്നു പോയാൽ സോറി പറയാൻ മടിയുണ്ടോ, ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഒരാഴ്ച നമ്മളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ, ഹൗ ഡു വി ബിഹേവ്, അല്ലേ? ഓക്കെ, പിന്നെ ഇന്നത്തെ ഒരു ദുവ, നമ്മൾ ഈ ദുവ പഠിച്ചേ പറ്റൂ, ബിക്കോസ് ഈ ദുവ നമ്മൾ അഖ്ലാഖിന് വേണ്ടിയിട്ട് നമ്മൾ ദുവ ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുവ ചെയ്യാറുണ്ടായിരുന്നു വെരി ഫ്രീക്വൻ്റ്ലി. ഓക്കെ, എന്താണ് ഈ ദുവ? അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് لا يهدي لأحسنها إلا أنت واصرف عني سيئها لا يصرف عني سيئها إلا أنت. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, അതായത് യാ അല്ലാഹ് എനിക്ക് നല്ല ബെസ്റ്റ് അഖ്ലാഖിലേക്ക് എനിക്ക് ഹിദായത്ത് നൽകണമേ. ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ലാ അൻത്, കാരണം ആർക്കും അല്ലാഹ് അല്ലാതെ ആർക്കും എനിക്ക് ഗൈഡൻസ് തരാൻ പറ്റൂല. വസ്രിഫ് അന്നി സയ്യിഅഹ, ഓക്കെ, എന്താണ് പറയുന്നത്? വസ്രിഫ് അന്നി സയ്യിഅഹ, അതായത് മോശമായ ക്യാരക്ടറിൽ നിന്നും എന്നെ മാറ്റിക്കളയണമേ. ലാ യസ്രിഫ് അന്നി സയ്യിഅഹ ഇല്ലാ അൻത്, എന്താണത്? കാരണം ആർക്കും ഈ മോശമായ കാര്യത്തിൽ നിന്ന് മാറ്റാൻ നീയല്ലാതെ ആർക്കും പറ്റൂല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടിയും, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ലാ അൻത് വസ്രിഫ് അന്നി സയ്യിഅഹ ലാ യസ്രിഫ് അന്നി സയ്യിഅഹ ഇല്ലാ അൻത്. ഓക്കെ, അപ്പോൾ ഈ ദുവ നമ്മൾ ഗുഡ് ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറേ ദുവാസ് ഉണ്ട്, അത് ഓരോ ഓഡിയോസിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അപ്പോൾ ഈ ദുവ നമ്മൾ ഡെയിലി ദുവൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നോക്കാം, അല്ലേ? നമുക്ക് വി ഹാവ് ടു ഡു ദിസ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര. ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്ക് നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. എന്താണ് അദബ്, എന്താണ് അഖ്ലാഖ്, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു. ഓക്കെ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.